അപ്പോൾ ഒരുപാട് അഭിമാനം, ഒരുപാട് സന്തോഷം. അപ്പോൾ വളരെ നല്ല രീതിയിൽ സാർ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത സാറ് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരുപക്ഷെ ഈ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ആ ഒരു നിമിഷത്തിനെ ഞാൻ ഒരിക്കൽ കൂടി എന്താ പറയാ ദൈവത്തോട് അല്ലെ നമ്മളെല്ലാവരും നന്ദി പറയാറുണ്ട്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അതിന് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ആ ഒരു എഫേർട്ടിന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ആയുസ്സിന് അല്ലെ ദീർഘകാല ആയുസ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. ആദ്യത്തെ ചുവട് എപ്പോഴും പ്രയാസകരമായിരിക്കും, പക്ഷെ അത് അനിവാര്യമാണ് അല്ലെ. അപ്പം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യണം. സാർ വളരെ നല്ല രീതിയിൽ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്താം. പേര് വിഷ്ണുദാസ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ തത്തമംഗലം സ്വദേശിയാണ്. കമ്പനിയുടെ 4ാമത്തെ റാങ്ക് ആയിട്ടുള്ള സെയിൽസ് ടീം മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ കസിൻ ചേച്ചി കൂടി ആയിട്ടുള്ള സരിത സതീഷ് മാം വഴിയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ വരുന്നത്. സാർ പറഞ്ഞ പോലെ തന്നെ തുടക്കകാലത്തിൽ ഇതിനോട് എനിക്ക് ഇതിന് ടൈമില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞ് തന്നെ കുറെ കാലം ഞാൻ എൻ്റെ സമയം കളഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം വളരെ നല്ല രീതിയിൽ അല്ലെ നമ്മളുടെ കൂടെ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു ബിസിനസ് തരുന്ന വ്യക്തിയോടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും പലരും ഈ ഒരു കൺസെപ്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം 361 പേരിലെ അവർക്ക് ബിസിനസ് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിലേക്ക് ബിസിനസ് എത്തിച്ച വ്യക്തിയിലേക്കുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ മാത്രമായിരിക്കും നമ്മൾ ആദ്യം ഈ ഒരു കൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അതിനുശേഷമായിരിക്കും ഈ ഒരു മേഖലയെ കുറിച്ച് പഠിക്കാനും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ നമ്മൾ പിന്നീടുള്ള ദിവസങ്ങളിലായിരിക്കും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ഞാൻ ഏറ്റെടുത്ത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ബിസിനസിന്റെ സാധ്യതയും ഇതിന് ഇത്രയും വലിയൊരു ഹോപ്പ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഒരു തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ അല്ലെ വളരെ നല്ലൊരു ടീം ലീഡറായിട്ട് മാറാൻ ഒരു ടീമിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം പിന്തുടരാനുള്ള പാത അല്ലെങ്കിൽ പിന്തുടരാനുള്ള ദൂരത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അല്ലെ. അപ്പൊ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇപ്പൊ ഈ ഒരു രാവിലത്തെ ഈ ഒരു 7 AM പ്രോഗ്രാമിലേക്ക് അല്ലെ, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള രാവിലത്തെ 7 AM പ്രോഗ്രാം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നത്തിന്റെ വലിപ്പം അല്ലെ, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ നേടിയെടുക്കാനുള്ള ആഗ്രഹത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ഞാനിവിടെ വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എപ്പോഴും അറിവുകൾ എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും, പക്ഷെ തിരിച്ചറിവുകൾ കിട്ടുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അവസരങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അറിവുകളെ പരമാവധി അല്ലെ അറിവുകളും അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടേണ്ട തിരിച്ചറിവുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ വളരെ ബേസിക് ആയിട്ട് ഒരുപക്ഷെ ഫിജിക്കായിട്ട് ബിസിനസ് ഏറ്റെടുത്തിട്ട് ആഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ മാത്രം ആയിട്ടുള്ള അല്ലെ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു SRകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അല്ലെ തുടങ്ങിയിട്ടുള്ളൂ, ഫ്രഷേഴ്സ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ജയിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സതീഷ് സാർ ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. സാർ ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് തികച്ചും ബേസിക് ആയിട്ട് നമ്മുടെ ബിസിനസ് ഏറ്റെടുത്ത് വളരെ ചുരുങ്ങിയ ദിവസങ്ങളോ മാസങ്ങളോ മാത്രം കഴിഞ്ഞിട്ട് വളരെ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യണം അല്ലെ, തന്റെ വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു കൺസെപ്റ്റിനെ നോക്കിക്കണ്ട് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഉപകരിക്കുന്ന തരത്തിലുള്ള കുറച്ച് സ്ലൈഡുകളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ ഈ ഒരു സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം സ്ക്രീൻ ഷെയർ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ അല്ലെ അടുക്കളയിൽ ഈ ഒരു വർക്കിംഗ് ടൈം ആയതുകൊണ്ട് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നിങ്ങൾ ഫോൺ പല ഭാഗത്താണ് വെച്ചിട്ട് ഇരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ സ്ക്രീനിൽ പറയുന്ന പല കാര്യങ്ങളും സ്ലൈഡ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനോ അത് ശ്രദ്ധിക്കാനോ സാധിക്കില്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമയമെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ അത് എന്താണ് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ വെൽക്കം ടു ഓൾ. ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മുടെ അറിവും അതേപോലെ തന്നെ നമ്മുടെ കഴിവുമാണ്
അല്ലെ, അത് സ്ഥിരതയോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ടൈം, എനർജി, സ്റ്റെബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, എഫേർട്ട്, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും നിങ്ങൾ എന്താണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേ മതിയാവും എന്നുള്ളതാണ്. കാരണം 30 വർഷം പണിയെടുത്താൽ കിട്ടുന്ന അല്ലെ, നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറയുന്ന ഒരു വാക്കാണ് 30 വർഷം പണിയെടുത്താൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു 4-5 വർഷം വളരെ സ്ഥിരമായിട്ട് ഒരു ടീമിനൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ സമയം മാത്രം ഉപയോഗിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഒരിക്കലും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല, ഏജ് ലിമിറ്റ് നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് നമ്മുടെ അറിവും കഴിവുമാണ്. അത് പക്ഷേ സ്ഥിരതയോട് കൂടിയിട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. അതായത് ഓൾ ആക്ഷൻസ് ബിഗിൻസ് വിത്ത് ബിലീഫ് ത്രൂ നോളജ്. എല്ലാ പ്രവൃത്തികളും അറിവിലൂടെയുള്ള വിശ്വാസത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലെ. 100% നമുക്ക് സത്യമാണെന്ന് പറയാം. കാരണം എല്ലാ പ്രവൃത്തികളും അറിവിലൂടെയുള്ള വിശ്വാസത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പൊ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, ഈ ഒരു ബിസിനസ് കൺസെപ്റ്റ് ഏറ്റെടുത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 6 ഘടകങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ ഘടകങ്ങളൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഞാനിവിടെ എന്റേതായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു എന്റേതായിട്ടുള്ള ബേസിക് ആയിട്ട് തുടങ്ങിയിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു 6 ട്രസ്റ്റുകൾ എന്ന് പറയുന്നത്, ആദ്യത്തേത് യുവർ സെൽഫാണ്. അതായത് നിങ്ങൾ ഈ ഒരു ബിസിനസ് കൺസെപ്റ്റ് ഏറ്റെടുത്തു, നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇവിടെ വേണം എന്നുള്ളതാണ്. അതായത് സ്വന്തം കഴിവിലുള്ള ഒരു വിശ്വാസം ഇല്ലാത്തവർക്ക് എവിടെ ചെന്നാലും വിജയിക്കാൻ സാധിക്കില്ല അല്ലെ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന നിങ്ങൾ എല്ലാവർക്കും അവനവനിലുള്ള സ്വന്തം കഴിവിൽ വിശ്വസിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് കമ്പനി അല്ലെ. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഫിജികാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. മറ്റുള്ള ഏത് കമ്പനിയുടെ പ്ലാനോ അല്ലെങ്കിൽ ഇൻകം പ്ലാനുകളോ അല്ലെങ്കിൽ മാനേജ്മെന്റോ പ്രൊഡക്റ്റ് കാറ്റഗറിയോ ഏതെടുത്ത് നോക്കിയാലും നമ്മുടെ കമ്പനിയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കില്ലേ. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ഫിജികാർട്ട് എന്ന് പറയുന്നത്. അത് എല്ലാ തരത്തിലും ഈക്വാലിറ്റി ആയിട്ട് നോക്കുന്ന സമയത്ത് എല്ലാ തരത്തിലും ഫിജികാർട്ട് എന്നുള്ള കൺസെപ്റ്റിന്റെ പവർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ തന്നെയാണ്. അത് നമുക്ക് എല്ലാപ്പോഴും വളരെ അഭിമാനത്തോടു കൂടിയിട്ട് എന്താണ് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല, വളരെ കോൺഫിഡന്റോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റും. ഇന്നിപ്പോ സതീഷ് സാർ പറഞ്ഞ പോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ എന്നുള്ള ഒരു വ്യക്തിയെ അറിയാത്തവരായിട്ട് ഒരാളും തന്നെ ഇല്ല അല്ലെ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി, ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ആ ഒരു കമ്പനിയോടുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് ലീഡേഴ്സ് ആണ് അല്ലെ. ഈ ഒരു ബിസിനസ്സിനെ കൺസെപ്റ്റിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ ലീഡേഴ്സ് അല്ലെ, നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ വിജയിപ്പിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള, നിങ്ങളെ മെന്ററായിട്ട് കാണുന്ന, നിങ്ങളുടെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരു ലീഡർ ഉണ്ടാവും അല്ലെ. അവരോടുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തെ നിങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ടീം. നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ടീമിൽ നിങ്ങൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ള, ആ ഒരു ടീമിനെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു ടീം വർക്കാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തുക അല്ലെ. പരസ്പരം സഹകരണത്തോടെ പരസ്പരം സഹായത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ പല ആളുകളും വിജയിച്ചിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ടീമിൽ, സ്വന്തം ടീമിൽ നിങ്ങളൊരു വലിയൊരു വിശ്വാസം അർപ്പിക്കണം എന്നുള്ളതാണ്. അടുത്തത് പാർട്ട്നേഴ്സ്. ഒരുപക്ഷെ ബിസിനസ് തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും 1-2 പാർട്ട്നേഴ്സ് എങ്കിലും ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിങ്ങളുടെ അണ്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ വളരെ നല്ല രീതിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾക്കൊരു ഫ്രണ്ടായിട്ട് നിൽക്കാനോ, നിങ്ങൾക്കൊരു ബ്രദറായിട്ട് നിൽക്കാനോ, ഒരു സിസ്റ്ററായിട്ട് നിൽക്കാനോ അല്ലെ, ഒരു മെന്ററോ മോട്ടിവേറ്ററോ ആയിട്ടൊക്കെ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണറുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെയും സ്വപ്നങ്ങളാക്കി മാറ്റിയെടുക്കാൻ പറ്റും അല്ലെ. ഒരു പരസ്പര വിശ്വാസത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ നിങ്ങളെ വിശ്വസിച്ച് വന്നിട്ടുള്ള പാർട്ട്നേഴ്സിലേക്ക് നിങ്ങൾ 100% വിശ്വാസം സമർപ്പിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ് അല്ലെ. നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചല്ലേ, ഒരു പക്ഷേ നമുക്ക് ടീമിലൊക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സേവനമായിട്ടും അല്ലെ പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഒരു പക്ഷേ മറ്റുള്ള കൺസെപ്റ്റുകൾ പോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതല്ല ഫിജികാർട്ടിന്റെ ഉദ്ദേശ ലക്ഷ്യം അല്ലെ. വളരെ എന്താണ്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, വളരെ എഫിഷ്യന്റ് ആയിട്ട്, വളരെ ഓർഗാനിക് ആയിട്ട് കൃത്യമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് വളരെ റൺ ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് അത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ്, അത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ പ്രൊഡക്റ്റുകളിലുള്ള ഒരു വിശ്വാസം ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കാരണം
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മളത് വളരെ നല്ല രീതിക്ക് ഉപയോഗിച്ച് അതിന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ബേസിക് നോളേജ്, പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ഒരു വിശ്വാസം, ഒരുപക്ഷെ ഈ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എന്റെ കൺസെപ്റ്റിലുള്ള ഈ ഒരു 6 കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തിലെങ്കിലും കുറച്ച് ശതമാനമെങ്കിലും കുറവാണ് വിശ്വാസമെങ്കിൽ നിങ്ങൾക്ക് അധിക കാലം ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വെള്ളം തിളയ്ക്കാൻ, അല്ലെ, നമുക്കറിയാം ഒരു വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ആവശ്യമെങ്കിൽ 99 ഡിഗ്രി സെൽഷ്യസിൽ ആ വെള്ളം ഒരിക്കലും തിളക്കില്ല. 100% ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വെള്ളം തിളയ്ക്കാൻ സാധിക്കുള്ളൂ, അല്ലെ. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ഒരു കാര്യത്തിൽ 100% കുറവാണ് വിശ്വാസം ഉള്ളതെങ്കിൽ നിങ്ങൾ അതിനെ, നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങളുടെ ലീഡറായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് ശേഷം കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം വളരെ ട്രസ്റ്റബിൾ ആയിട്ടാണ് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം, അല്ലെ, നമുക്ക് അധിക കാലം ഈ ഒരു ബിസിനസ്സിലേക്ക് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അടുത്തത് ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് വേണം എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തു, അല്ലെ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബിസിനസിന്റെ കമ്പനിയെ കുറിച്ചും, അല്ലെ, നമ്മുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചും, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അല്ലെ, നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന റാങ്ക് ഏതാണ്, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഏതാണെന്നുള്ളതൊക്കെ വളരെ ശക്തമായിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഡയറിയിൽ, നമ്മുടെ റിപ്പോർട്ടിൽ എഴുതി വെക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീമിനെയും നമ്മുടെ വർക്കിനെയും മുൻനിർത്തിയിട്ട് നമുക്കൊരു ഗോള് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ആ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള വർക്കൗട്ട് നിങ്ങൾക്ക് ഭാവിയിൽ നടത്താൻ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ ആരെയൊക്കെ കാണണം, ആർക്കൊക്കെ പ്ലാൻ കൊടുക്കണം, ആരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വർക്കൗട്ട് ചെയ്തവരാണ് ഇന്ന് വിജയിച്ചിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്നാണ് ആദ്യത്തെ റാങ്ക് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്നാണ് നിങ്ങൾ സെയിൽസ് മാനേജർ ആവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്നാണ് നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനുള്ള ഒരു എമൗണ്ട് ഈ ഒരു ബിസിനസ് കൺസെപ്റ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു സമയം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. പല ലീഡേഴ്സും നമ്മൾക്കൊക്കെ പ്രോഗ്രാം സെന്ററിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവര് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ദിവസങ്ങൾക്കും മാസങ്ങൾക്ക് മുമ്പേ തന്നെ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക, അല്ലെ. ആ ഒരു ചിട്ടയോടുള്ള പ്രവർത്തനത്തിന് ഈ ഒരു ഗോൾ സെറ്റ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. അടുത്തത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് വളരെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്തിലെ നിങ്ങൾക്ക് കുറച്ച് ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത്, ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമാണ്. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന് വളരെയധികം പവർ ഉണ്ട് എന്നുള്ളതാണ്, അല്ലെ. ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വിജയിക്കണം, ഞാൻ വിജയിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, കാരണം പ്രതിസന്ധികൾ പലതാണ്, അല്ലെ. അതിനെ മറികടക്കാനുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. ഓക്കെ, അത് മറികടക്കുക എന്നുള്ളത് വളരെയധികം അനിവാര്യമാണ്. അപ്പൊ നമുക്ക് കമന്റടികൾ കിട്ടും, കളിയാക്കൽ കിട്ടും, ഫാമിലിയിൽ നിന്ന് പല ഇഷ്യൂസ് ഉണ്ടാവും, പ്രൊഡക്റ്റുകളുടെ പല ഇഷ്യൂസ് ഉണ്ടാവും, ചിലപ്പോൾ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളവരുടെ പല പ്രശ്നങ്ങളിൽ നമ്മൾക്കൊക്കെ ഇൻവോൾവ് ആകേണ്ടി വരുമെങ്കിലും, അല്ലെ, ടോട്ടലായിട്ട് നമുക്ക് വളരെയധികം തലവേദന പിടിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരും. പക്ഷെ എന്ത് വന്നാലും ഞാൻ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ നമ്മൾക്കൊക്കെ സാധിക്കണം എന്നുള്ളതാണ്. കാരണം ഈ റീസെന്റ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, മഞ്ജു വാര്യരുടെ ഒരു കോട്സ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ. നമ്മുടെ സ്വപ്നങ്ങൾ നമുക്കല്ലേ അറിയൂ, അത് നേടിയെടുക്കുന്നത് വരെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും. ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് അറിയാത്തവർക്ക് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെറും എന്താ പറയാ, ആളെ പറ്റിക്കുന്ന പരിപാടി, അല്ലെ, ആളെ ചേർക്കുന്ന പരിപാടി, അങ്ങനെയുള്ള പലതരത്തിലുള്ള കമന്റ്സ് നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാനുള്ള നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ പ്രതീക്ഷകളെ നമുക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെ ഉറച്ചതാണ്. ആ ഒരു ഉറച്ച തീരുമാനത്തിനും ഏത് പ്രതിസന്ധി വന്നാലും തകരാതിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നോളജ് ഈസ് പവർ എന്നാണ്, അല്ലെ. അതായത് അറിവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സമ്പത്താണ്. അപ്പൊ ഫിജിക്കാർട്ടിനെ നമ്മൾ സത്യമായിട്ട് വളരെ നല്ല രീതിക്ക് അറിയണം എന്നുള്ളതാണ്. അപ്പൊ ഫിജിക്കാർട്ടിനെ നിങ്ങൾ അറിയണം, അതിന് വേണ്ട അറിവുകൾ എന്തൊക്കെയാണ്, ആ അറിവുകളൊക്കെ നേടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം, അല്ലെ. അതിനുള്ള പല വഴികളും നമുക്കുണ്ട്.
ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ട്രെയിനിങ് സെഷൻസ് ആണ് അല്ലെ. അത് മാത്രമല്ലാതെ നിങ്ങൾക്ക് ഗൂഗിള് അത്യാവശ്യം സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ ഈ ഒരു മേഖലയെ കുറിച്ച്, ഈ ഒരു ഭാവി സാധ്യതയെ കുറിച്ച്, ഈ ഒരു ബിസിനസിന്റെ പവർ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫ്രീ ടൈമിലൊക്കെ നിങ്ങൾക്ക് അറിവ് നേടിയെടുക്കാൻ സാധിക്കും. ട്രെയിനിങ്ങുകളിലൂടെ കിട്ടുന്ന അറിവുകളും അതിനോടൊപ്പം തന്നെ നമ്മളായിട്ട് കണ്ടെത്തിയ കുറെ അറിവുകളും കൂടി ചേർന്നതാണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ബിസിനസിനെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മുടെ നോളജ് അല്ലെ. അപ്പൊ ഫിജിക്കാർഡ് ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തു, അവിടെ തീർന്നില്ല അല്ലെ. നമ്മുടെ ജോലി എന്താണ്, നമ്മൾ എങ്ങനെ ഇവിടെ വർക്കൗട്ട് ചെയ്യണം, ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കാനുണ്ട് അല്ലെ. നമുക്കറിയാം ഇവിടുത്തെ ക്രെഡിബിലിറ്റി, ബിസിനസിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളതും, കമ്പനിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളതും, ബിസിനസിന്റെ ഐഡിയാസ് എന്താണെന്നുള്ളതും, ഫിനാൻഷ്യൽ കപ്പാസിറ്റി എന്താണെന്നുള്ളതും, നമ്മുടെ പ്ലാൻ എന്താണെന്നുള്ളതും, പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും, ഒരു പ്രോസ്പെക്റ്റിനെ എങ്ങനെ കാണണം എന്നുള്ളതൊക്കെ നമ്മൾ എന്താണ് ട്രെയിനിങ് വഴിയാണ് പഠിക്കുന്നത്.